ഞാൻ ആൺ സുഹൃത്തുക്കളോട് കാമവർത്തമാനം പറയാറുണ്ട് എന്ന് ശ്വേത മേനോൻ. എല്ലാവർക്കും നക്ഷത്ര വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി അമ്മയിലെ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമായി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിനിടയിലാണല്ലോ പിഷാരടിയും ശ്വേതയും തമ്മിലുള്ള ഫോൺ സംഭാഷണം ശ്വേത പുറത്തുവിട്ടത്. അതോടുകൂടി എല്ലാവരും പിഷാരടിയെ എടുത്തങ്ങ് ഏറിൽ കയറ്റി. മറ്റൊരു രാഹുൽ മാങ്കൂട്ടത്തിൽ ആണെന്ന് വരെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ആളുകൾ ശ്വേത മേനോൻ്റെ പഴയ കുറേ വീഡിയോകൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിൽ ശ്വേത പറയുന്നുണ്ട് താൻ തൻ്റെ ആൺ സുഹൃത്തുക്കളോട് ഡബിൾ മീനിങ് വർത്തമാനം പറയാറുണ്ടെന്ന്. പിന്നെ എന്താണ് ഇവിടുത്തെ പ്രശ്നം? രമേശ് പിഷാരടി പറഞ്ഞപ്പോൾ അത് മോശം, ശ്വേത മേനോൻ പറയുമ്പോൾ അത് മോശമല്ലല്ലോ. അത് എവിടുത്തെ ഏർപ്പാടാണ്? നല്ല സുഹൃത്തുക്കളായിരിക്കുന്ന രണ്ടു പേർ, അതും ഒരേ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർ, അവർക്കതിനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടല്ലേ പിഷാരടി അങ്ങനെ പറഞ്ഞത്. ശ്വേത അതിനെ എതിർത്തിരുന്നുവെങ്കിൽ നമുക്ക് പിഷാരടിയെ കുറ്റം പറയാമായിരുന്നു. പക്ഷേ ശ്വേത അതിനെ എതിർത്തതുമില്ല, ചിരിച്ചുകൊണ്ടിരുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ വോയിസിൽ ശ്വേത ഒരു കുറ്റവും പറയാതെ ചിരിക്കുക മാത്രമാണ് ചെയ്തത്. അത് റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ശ്വേതയും തിരിച്ചൊന്നും പറയാതിരുന്നത്. ഇല്ലെങ്കിൽ ശ്വേതയും അതുപോലെയുള്ള ഡബിൾ മീനിങ് വർത്തമാനം പറഞ്ഞേനെ. ഇതിലേറ്റവും മോശമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാളുടെ അനുവാദമില്ലാതെ അയാളുമായുള്ള ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്യുകയും അത് നല്ല HD ക്വാളിറ്റിയിൽ പുറത്തുവിടുകയും ചെയ്തതാണ്. അപ്പോൾ അവർ തമ്മിലുള്ള സുഹൃത്ത് ബന്ധത്തിന് എന്ത് വിലയാണുള്ളത്? എന്തിനു വേണ്ടിയാണെങ്കിലും ഒരു നല്ല സുഹൃത്ത് ബന്ധം ഇല്ലാതാക്കുന്ന ഈ റെക്കോർഡിൻ്റെ ആ കുറച്ച് ഭാഗം, ആ ലാസ്റ്റ് പോർഷൻ എങ്കിലും കട്ട് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യാമായിരുന്നു ശ്വേതയ്ക്ക്. പിഷാരടിയും ശ്വേതയും ജഡ്ജായിരുന്ന മഴവിൽ മനോരമയിലെ കിടിലം എന്ന ഒരു പരിപാടിയുണ്ട്. അതിൽ പിഷാരടി പേസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ശ്വേത പിഷാരടിയെ പിടിച്ചു വെച്ച് ഉമ്മ വയ്ക്കുന്നത് ഉണ്ട്. അപ്പോൾ പിഷാരടി പറയുന്നു, അപ്പോൾ ഞാൻ സോപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിലോ എന്ന്. അത് കേട്ട് ശ്വേത കൈയടിച്ച് ചിരിക്കുന്നുണ്ട്. അതായത് പേസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉമ്മ വെച്ചു, അപ്പോൾ സോപ്പിനെ കുറിച്ച് പറയുമ്പോൾ എന്തായിരിക്കും? അതായത് സോപ്പ് ദേഹത്താണല്ലോ തേക്കുന്നത്, ബാക്കി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പിഷാരടിയെ ഡബിൾ മീനിങ് അല്ലേ പറഞ്ഞത്? അപ്പോൾ കുഴപ്പമില്ലായിരുന്നോ ശ്വേതയ്ക്ക്? കൈ കൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ശ്വേതയ്ക്ക് എന്തുമാകാം. ഒരാളുടെ കൺസെൻ്റ് ഇല്ലാതെ കയറി കെട്ടിപ്പിടിക്കാം, ഉമ്മ വയ്ക്കാം, ഡബിൾ മീനിങ് പറയാം. പക്ഷേ പിഷാരടി ചെയ്ത കുറ്റം. ഇത് ഒരു പബ്ലിക് ഷോ ആണ്. അതിൽ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ ഡബിൾ മീനിങ് പറയുകയും ഉമ്മ വയ്ക്കുകയും ചെയ്യാമെങ്കിൽ ഒരു പേഴ്സണൽ ഫോൺ സംഭാഷണത്തിൽ അതിൽ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? എന്തായാലും രമേശ് പിഷാരടി ആകെ തകർന്നിരിക്കുകയാണ്. പാർട്ടിക്കാർക്ക് ഒരു കാരണം കിട്ടാനിരുന്നത്. അവരും ഇത് വെച്ച് അദ്ദേഹത്തെ മോശക്കാരനാക്കുന്നുണ്ട്. താൻ തൻ്റെ ആൺ സുഹൃത്തുക്കളോട് ഡബിൾ മീനിങ് ജോക്കുകൾ പറയാറുള്ള ശ്വേത ഒന്ന് മനസ്സിലാക്കണമായിരുന്നു. രമേശ് പിഷാരടി ഇപ്പോൾ ഒരു സിനിമാക്കാരൻ മാത്രമല്ല, ഒരു MLA കൂടിയാണെന്ന്. അദ്ദേഹത്തിന് സമൂഹത്തിലിറങ്ങി പ്രവർത്തിക്കാനുള്ളതല്ലേ. രാഹുൽ മാങ്കൂട്ടത്തിന് പകരം പിഷാരടി കൊണ്ടുവന്ന ആളാണ് രമേശ് പിഷാരടി. ഒരവസരത്തിൽ രമേശ് പിഷാരടി പറയുകയും ചെയ്തു, രാഹുൽ ചെയ്തു വെച്ചതിൻ്റെ ബാക്കി ഞാൻ ചെയ്യുമെന്ന്. അദ്ദേഹം അപ്പോൾ അത് പറഞ്ഞത് ജനങ്ങൾക്ക് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ എതിർ പാർട്ടിക്കാർ ഇപ്പോൾ അതിനെ വളച്ചൊടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാത പിന്തുടരുന്ന ആളാക്കി മാറ്റി. കാരണം രാഹുൽ ഒരുപാട് പെൺവിഷയത്തിൽ ചെന്ന് പെട്ടതാണല്ലോ. അതുപോലെ ആക്കി തീർക്കുകയാണ് ഇപ്പോൾ രമേശ് പിഷാരടിയെയും. ഇത്രയും വലിയ ദ്രോഹം ചെയ്ത ശ്വേത രമേശ് പിഷാരടിയോട് ഇങ്ങനെ ചെയ്യരുതായിരുന്നു. അതും ഇത്രയും അടുത്ത സുഹൃത്തുക്കളായിരിക്കുന്നവർ. ഇതിലെന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം കേട്ടോ.